പശ്ചിമേഷ്യൻ മേഖലയിലെ യാത്രാ പ്രശ്നത്തിന്റെ പരിഹാരവുമായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും കേരളത്തിലെ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിച്ചു. ഇതോടെ നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള ഇന്ധന വിപണിയെ ബാധിച്ചിരിക്കുകയാണ്. ഇതോടെ വിമാന ടിക്കറ്റുകൾ കുത്തനെ ഉയരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത്തരത്തിൽ വിമാന ഇന്ധനത്തിന്റെ വില ബാരലിന് $200 വരെ ഉയർന്ന സാഹചര്യത്തിൽ അധിക ചെലവ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കാനാണ് പ്രമുഖ വിമാന കമ്പനികളുടെയെല്ലാം തീരുമാനം. ഇന്ധന സർചാർജ് വർദ്ധിപ്പിക്കുന്നതോടെ ഇനി അന്താരാഷ്ട്ര ആഭ്യന്തര യാത്രകൾ വൻതുക അധികം നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയ തരത്തിലാണ് വിമാന യാത്രയെ ആശങ്കാജനകമാക്കുന്ന യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നത്. അതിനിടയിൽ തന്നെ പെരുന്നാളും അവധിക്കാലവും ആഘോഷിക്കാൻ പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണുള്ളത്. എന്നാൽ ഇപ്പോഴിതാ ഒരു ആശ്വാസ വാർത്ത ഇതിനിടയിലെത്തുകയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കാണ് പശ്ചിമേഷ്യൻ മേഖലയിലെ യാത്രാ ബുദ്ധിമുട്ടിന് പരിഹാരവുമായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും എത്തുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ സർവീസുകളും പ്രഖ്യാപിച്ചത്. ഇതോടെ അവധിക്കാലത്തും പെരുന്നാൾ ആഘോഷത്തിനും നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുക. ഇന്ന് തന്നെ 44 സർവീസുകളാണ് ഇരു കമ്പനികളും നടത്തുന്നത്. ഇതിൽ UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 24 പ്രത്യേക സർവീസുകളും കമ്പനി നടത്തുന്നുണ്ട്. മാത്രമല്ല, വിമാനങ്ങൾ റദ്ദാക്കിയതുമൂലം യാത്ര തടസ്സപ്പെട്ടവർക്ക് അധിക നിരക്കില്ലാതെ ടിക്കറ്റ് പുതുക്കി നൽകുകയോ തുക പൂർണ്ണമായും മടക്കി നൽകുകയോ ചെയ്യുമെന്നും അധികൃതർ അറിയിക്കുന്നു. പെരുന്നാൾ തിരക്ക് പരിഗണിച്ച വരും ദിവസങ്ങളിലും പശ്ചിമേഷ്യയിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്ന കാര്യവും ഇപ്പോൾ എയർ ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. എന്തായാലും ഇന്ന് അബുദാബിയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഷാർജയിൽ നിന്ന് മംഗളൂരിലേക്ക് എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്ന് പറക്കും. ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് 2 സർവീസുകളും കോഴിക്കോട്ടേക്ക് 1 സർവീസുമാണ് ഇന്ന് പരിഗണനയിലുള്ളത്. സൗദിയിൽ നിന്നാകട്ടെ ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഷെഡ്യൂൾഡ് വിമാനങ്ങളും റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ. അതേസമയം നോർത്ത് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ ദീർഘദൂര സർവീസുകൾക്ക് മാറ്റമില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.